നമുക്ക് ചില റെസ്റ്റോറൻ്റൊക്കെ ശ്രദ്ധിച്ചാണ് മറ്റേ പനയിൽ നമ്മൾ ചുറ്റിയിട്ടേക്കണം. അത് ഈ ഒരു ടൈപ്പ് ലൈറ്റാണ് അത് വരുന്നത്. ഇതിൽ പിന്നെ നമുക്ക് റിമോട്ട് ടൈപ്പും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോറിയോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റിനെയും റോപ്പ് ലൈറ്റിനെയും കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചില കസ്റ്റമേഴ്സിന് അതിൽ ചെറിയ കൺഫ്യൂഷൻസും ഡൗട്ടും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇന്നും കൂടെ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റിനെ കുറിച്ച് പറയാം. സ്ട്രിപ്പ് ലൈറ്റ് മോസ്റ്റ് കോമൺലി നമ്മൾ ഇൻറ്റീരിയർ ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് വീടിൻ്റെ കോവിനുള്ളിലൊക്കെ നമുക്ക് മാക്സിമം നമുക്കൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും ലൈറ്റ് പർപ്പസിനുമായിട്ട് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യുന്നത് നമുക്ക് കിച്ചൺ ക്യാബിനൊക്കെ കൂടുതൽ ഭംഗികരമാക്കാനും ലൈറ്റ് പർപ്പസിനായിട്ട് നമുക്ക് ഈ സ്ട്രിപ്പ് ലൈറ്റുകൾ യൂസ് ചെയ്യാം. സ്ട്രിപ്പ് ലൈറ്റ് തന്നെ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. നമുക്ക് പെർ മീറ്റർ 160 LED വരുന്നതുണ്ട്, 120 LED വരുന്നതുണ്ട്, 180 LED വരുന്നതുണ്ട്, 240 LED വരുന്നതുമുണ്ട്. നോർമലി നമ്മൾ വീടിൻ്റെ കോവിനുള്ളൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 LED അല്ലെങ്കിൽ 120 LEDയുടെ സ്ട്രിപ്പായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ നമുക്ക് വൈറ്റ്, വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ് ഈ ഒരു കളർ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ വേറെ കളർ എന്ന് പറയുമ്പോൾ ഗ്രീൻ, പിങ്ക്, ബ്ലൂ ആ ഒരു ഇതിലും നമുക്കിത് അവൈലബിൾ ആയിരിക്കും. പിന്നെ ലൈറ്റ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 180 അല്ലെങ്കിൽ 240 LED ആയിരിക്കും. പ്രൊഫൈൽ ലൈറ്റ്സുകളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആ ഒരു ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും നമ്മൾ ഈ പറഞ്ഞ കളർ വേരിയൻറ്റിൽ വൈറ്റ്, വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ് ആ ഒരു ഇതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ കിച്ചൺ ഏരിയയിലും ലൈറ്റ് പർപ്പസിനായിട്ട് നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതും പ്രൊഫൈൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചായിരിക്കും അതെടുക്കുന്നത്. നോർമലി കിച്ചൺ ഏരിയ അപ്പോൾ നമുക്ക് 60, 120 LED ഈ ഒരു 2 ടൈപ്പിലുള്ള LED ആയിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇതും ഈ ഒരു പറഞ്ഞ കളർ വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് ഒരു 60 LEDയുടെ സ്ട്രിപ്പാണ് നമ്മൾ കയ്യിരിക്കുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് വീടിൻ്റെ കോവിലും നമ്മൾ ചെറിയ ഔട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് സ്ട്രിപ്പ് ഒട്ടിക്കാനുമാണ് ഈ 60 LEDയുടെ യൂസ് ചെയ്യുന്നത്. ചിലവർ 120യും നമുക്ക് കോവിൽ യൂസ് ചെയ്യുന്നതാണ്. 60 LEDയുടെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ നമുക്കൊരു പെർ മീറ്റർ 48 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരും. 48 തുടങ്ങി നമുക്കൊരു 120ക്ക് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇതിൽ കമ്പനി അനുസരിച്ചും അതിൻ്റെ വാറണ്ടി അനുസരിച്ചും പ്രൈസ് റേഞ്ചിൽ വേരിയേഷൻ വരും. സ്ട്രിപ്പിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും എല്ലാ കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് 120 LEDയുടെ സ്ട്രിപ്പാണ് നമ്മളിരിക്കുന്നത്. ഇതിലും നമുക്ക് നോക്കിയാൽ അറിയാം ഇൻ ബിറ്റ്വീൻ ആ LEDയുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചതിനെക്കാട്ടിയും കുറവായിരിക്കും ഇത് വരുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്കൊരു 100 തൊട്ട് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരും. ഇത് സെയിം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും ഇതും വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നത് 240 LEDയുടെ സ്ട്രിപ്പാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ജസ്റ്റ് ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം അടുത്തടുത്തായിരിക്കും ഇതിൻ്റെ LEDയുടെ എണ്ണം വരുന്നത്. 1 മീറ്ററിൽ 240 LED ഇതായിരിക്കും നമ്മൾ മോസ്റ്റ് കോമൺലി ഈ പ്രൊഫൈൽ നമുക്ക് വീട്ടിൽ ലൈറ്റ് പർപ്പസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സാധനമായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് വരെ അപ്പം നമുക്കൊരു 100 ആ റേഞ്ച് തൊട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരും. 240 LED 100 തൊട്ട് നമുക്കൊരു 300 സംതിങ് ആ റേഞ്ച് വരാം. ബ്രാൻഡ് അനുസരിച്ച് നമുക്ക് പ്രൈസ് റേഞ്ച് മാറും. വാറണ്ടി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെയിം നേരത്തെ പറഞ്ഞ പോലെ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ആയിരിക്കും വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വീടിൻ്റെ സീലിങ്ങിന് നമ്മൾ പ്രൊഫൈൽ ലൈറ്റിന് ഉപയോഗിക്കുന്ന ചാനലാണ്, അലൂമിനിയം ചാനലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് 25 mm ചാനലാണ് ഇരിക്കുന്നത്. ഇതിപ്പം നമുക്ക് പല സൈസിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഒരു 8 mm തൊട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരും, 8 വരും, 10 mm വരും, 3/4 ഇഞ്ച്, 1 ഇഞ്ച്, പിന്നെ അതിൽ കൂടിയ സൈസുകളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു 35 mm ആ റേഞ്ചിലെല്ലാം നമുക്ക് ഈ ഒരു അലൂമിനിയം പ്രൊഫൈൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ പ്രൊഫൈൽ ലൈറ്റിലെല്ലാം സീലിങ്ങിൽ ലൈറ്റ് പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യും. പ്രൊഫൈൽ വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഒന്ന് ഓപ്പൺ ടൈപ്പ് ആയിരിക്കും, ഒന്ന് കൺസീൽ ടൈപ്പ് ആയിരിക്കും. ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്പൺ കോൺക്രീറ്റിൽ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വയ്ക്കുന്ന ടൈപ്പും, സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ജിപ്സം ബോർഡിലെല്ലാം കൺസീൽഡ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കയറ്റി വയ്ക്കുന്ന ടൈപ്പും നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്ക് ബോഡിയും അവൈലബിൾ ആണ്, ബെൻഡബിൾ പ്രൊഫൈലും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം പ്രൊഫൈലിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. നമുക്ക് എന്തായാലും ഒരു 100, 115 തൊട്ട് സ്റ്റാർട്ടിങ് തുടങ്ങി നമുക്കൊരു 760, 800 റേഞ്ച് വരുന്നുള്ള പ്രൊഫൈലുകളെല്ലാം നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലൈറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ്സുകളിൽ 3 കമ്പോണൻ്റാണ് വരുന്നത്. അതിൽ ഓൾറെഡി 2 കമ്പോണൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്രൊഫൈൽ ലൈറ്റും അതിൻ്റെ ചാനലും. പിന്നെ മൂന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രൈവാണ് വരുന്നത്. ഈ ഡ്രൈവ് തന്നെ നമുക്ക് പല ആമ്പിലുള്ള ഡ്രൈവ് നമുക്ക് അവൈലബിൾ ആണ്. 2 ആമ്പ്, 5 ആമ്പ്, 10 ആമ്പ്, 15 ആമ്പ്, 20, 25, 30 ആ റേഞ്ചിൽ നമുക്ക് ഇതിൻ്റെ ആമ്പുകൾ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ ഫാൻ ടൈപ്പ് ആമ്പുകളും ഇപ്പോൾ വരുന്നുണ്ട്. അറൗണ്ട് ഇപ്പോൾ ഒരു 25 ആമ്പിൻ്റെതും 30 ആമ്പിൻ്റെതും നമുക്ക് ഫാൻ ടൈപ്പ് മോഡൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഒരു 280 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നിട്ട് 200 ആ റേഞ്ച് വരെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അത് 2 ഇയറിൻ്റെ വാറണ്ടി ഉള്ളതുകൊണ്ട് 1 ഇയറിൻ്റെ വാറണ്ടി ഉള്ളതുകൊണ്ട് നോൺ വാറണ്ടി ഐറ്റംസുകളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പ്രൊഫൈലാണ്. ഇത് നമുക്കൊരു ബെൻഡബിൾ പ്രൊഫൈൽ എന്ന് പറയും. ആ ഒരു ടൈപ്പാണ്. നോർമൽ പ്രൊഫൈലെല്ലാം നമുക്ക് സ്ട്രൈറ്റ് ടൈപ്പ് ആയിരിക്കും അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഒരു സർക്കിൾ ആവശ്യത്തിലാണ് നമുക്ക് ഇതിൻ്റെ ബെൻഡ് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ആ ഒരു ഇതിൽ നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ വേറെ ഒരു ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വരില്ല. നമുക്കൊരു സർക്കിൾ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ആ ഒരു ഇതിലൊക്കെ നമുക്കിത് ബെൻഡ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ബ്ലാക്ക് നോർമൽ പ്രൊഫൈലാണ്. 17 mm 3/4 ഇഞ്ച് ബ്ലാക്ക് പ്രൊഫൈലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കൺസീൽഡ് ടൈപ്പാണ്. കൺസീൽഡും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഓപ്പൺ ടൈപ്പും അവൈലബിൾ ആയിരിക്കും. ഇത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ചില ഇൻറ്റീരിയേഴ്സ് അവരെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിന് മാച്ചിങ് ആയിട്ടായിരിക്കും ഈ ഒരു ബ്ലാക്ക് പ്രൊഫൈൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റിൻ്റെ വേറൊരു ഓപ്ഷനാണ്. ജസ്റ്റ് നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പ്രൊഫൈൽ വാങ്ങിക്കണം, LED സ്ട്രിപ്പ് വാങ്ങിക്കണം, അതിൻ്റെ ഡ്രൈവ് വാങ്ങിക്കണം. ഇപ്പോൾ അതങ്ങും കൂടാതെ നമുക്ക് ഇത് ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കാനുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് പല സൈസിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 1 feet, 2 feet, 3 feet, 4 feet. ഈ ഒരു 4 സൈസിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. വൈറ്റിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും, വാം വൈറ്റിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അലൂമിനിയം പ്രൊഫൈലായിരിക്കും ഇത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് വരുന്നത് ഒരു 280 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വന്നിട്ട് നമുക്കൊരു 900 ആ റേഞ്ച് വരെയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നമുക്ക് 1 ഇയറിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയുള്ള പ്രോഡക്റ്റാണ് ഇത്. ഇനി നമുക്ക് റോപ്പ് ലൈറ്റിനെ കുറിച്ച് പറയാം. മോസ്റ്റ് കോമൺലി നമുക്കിത് വീട്ടിൻ്റെ അകത്തും യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റാണ്, വെളിയിലും യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റാണ്. റെയിൻ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. ഇത് നമുക്ക് നോർമലി വരുന്നത് 120 LED ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ റോപ്പിൻ്റെയും വരുന്നത് 120 LED ആയിരിക്കും റോപ്പ് വരുന്നത്. പല കളറിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് വൈറ്റ്, വാം, ന്യൂട്രൽ വൈറ്റ്, പിന്നെ നോർമലി ഉള്ള ഗ്രീൻ, ബ്ലൂ, ആ ഒരു ഇതിലെല്ലാം നമുക്കിതിൻ്റെ കളർ വേരിയേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഹൈബ്രിഡ് ടൈപ്പ് റോപ്പ് ലൈറ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അകത്ത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് പൊട്ടിക്കുക എന്ന് പറഞ്ഞില്ലേ കോവിൻ്റെ അകത്ത്, സെയിം ആ ഒരു ഏരിയയിൽ നമുക്ക് ഈ ഒരു റോപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒറ്റ കണക്ടറിൽ തന്നെ 50 മീറ്റർ വരെ മാക്സിമം നമുക്കിത് കത്തിക്കാവുന്നതാണ്. സ്ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ആ ലെങ്ത് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഡ്രൈവ് മാറ്റേണ്ടി വരും. ഇതപ്പം ആ ഒരു പ്രശ്നം വരുന്നില്ല. 1 മീറ്ററിൻ്റെ കട്ടിംഗ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു 50 മീറ്റർ വരെ ഒറ്റ കണക്കിൽ തന്നെ നമുക്കിത് ഓട്ടിക്കാവുന്നതാണ്. ഈ റോപ്പ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് അക്വേറിയത്തിലും ആ ഒരു ഏരിയ, ഔട്ട്ഡോർ ഏരിയകളിലെല്ലാം നമുക്ക് ചില റെസ്റ്റോറൻറ്റൊക്കെ ശ്രദ്ധിച്ചാണ് മറ്റേ പനയിൽ നമ്മൾ ചുറ്റിയിട്ടേക്കണം. അത് ഈ ഒരു ടൈപ്പ് ലൈറ്റാണ് അത് വരുന്നത്. അങ്ങനെ നമുക്ക് റെസ്റ്റോറൻറ്റ് ഏരിയയിൽ നമുക്കിത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിൽ പിന്നെ നമുക്ക് റിമോട്ട് ടൈപ്പും അവൈലബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒറ്റ സ്ട്രിപ്പിൽ തന്നെ നമുക്ക് പല RGB ടൈപ്പ് ആയിരിക്കും അത് വരുന്നത്. റെഡ്, ബ്ലൂ, ഗ്രീൻ, പിന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് ആ ഒരു ടൈപ്പിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ നമുക്കൊരു 70, 68, 70 ആ റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് വന്നിട്ട് നമുക്കൊരു 120, 220 ആ റേഞ്ച് വരെയുള്ള സാധനങ്ങളുണ്ട്. അത് ഐറ്റം നിയോൺ ഡ്രോപ്പ് ആയിരിക്കും അത് വരുന്നത്.